സിനിമക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാലക്കാടിന്റെ കുറച്ച് സ്ഥലങ്ങളൊന്ന് കണ്ടുവന്നാലോ നമുക്ക്. ആദ്യം തന്നെ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഒട്ടനവധി സിനിമകൾക്ക് വേദിയായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മുതലമട. വെട്ടം, കാലാപാനി തുടങ്ങി ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന സിനിമകളുടെ ഒരു നൊസ്റ്റാൾജി തരുന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നും നമുക്ക് നേരെ ഒടിയനും കരുമാടിക്കുട്ടനും കളിയാട്ടവും എല്ലാം ഷൂട്ട് ചെയ്ത് കരിമ്പനകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡാമിലേക്ക് പോയാലോ? പാലക്കാടിന്റെ സ്വന്തം കമ്പലത്തറയിലേക്ക് പോകാം. ഒട്ടനവധി മൂവീസിലെ ഹിറ്റ് സോങ്ങുകളുടെയും ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു ഒരു കാലത്ത് ഈ കമ്പലത്തറയും ഇവിടുത്തെ പനകളും. കരിമ്പനയുടെ നാട്ടിലെ അകിലടിക്കണ തെന്നലേ. അവിടെ നിന്നും വീണ്ടും കളിയാട്ടം മൂവിയിലൂടെ ഏറ്റവും ഹിറ്റായ കറുപ്പുസ്വാമി ടെമ്പിളിലേക്ക് പോകാം. ബിജു മേനോനും സുരേഷ് ഗോപിയും പാടി അഭിനയിച്ച് നടന്ന ഈ സ്ഥലം ഏതൊരു മലയാളികൾക്കും എന്നും പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. കളിയാട്ടം കൂടാതെ കുഞ്ഞിരാമായണം, ഒടിയൻ തുടങ്ങിയ സിനിമകളും ഇവിടെ ചിത്രീകരിക്കപ്പെട്ടു. അടുത്തത് നേരെ പാലക്കാടിന്റെ സ്വന്തം ഇല്ലമായ ചിറക്കൽ ശ്രീഹരിയെയും മംഗലശ്ശേരി നീലകണ്ഠനെയും അറക്കൽ മാധവനുണ്ണിയെയും എല്ലാം മലയാളികൾക്ക് സമ്മാനിച്ച മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലേക്ക് പോകാം. അന്നും ഇന്നും എന്നും മലയാള സിനിമയ്ക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സ്ഥലം തന്നെയാണ് ഈ വരിക്കാശ്ശേരി മന. പാലക്കാട് ട്രാവൽ ബ്ലോഗിന്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയാ, കൂടെ പോരുമല്ലേ?